പല താരങ്ങളുടെയും താരമൂല്യം നിർണ്ണയിക്കുന്നത് ബോക്സ് ഓഫീസ് ഫലമാണ്. ചിത്രങ്ങളുടെ ജയപരാജയം മുൻപ് കണക്ക് കൂട്ടിയിരുന്നത് കൂടുതൽ ദിവസം ഓടുന്ന സിനിമ എന്ന തരത്തിലായിരുന്നു. എന്നാൽ ഇന്ന് അത് കൂടുതൽ പണം വരുന്നതിനെ അനുസരിച്ചിരിക്കുന്നു. കളക്ഷൻ കണക്കുകൾക്ക് ഇത്രയും പ്രാധാന്യം വന്നത് കോവിഡാനന്തരമാണ്. ഇപ്പോഴിതാ മലയാളത്തിലെ ഏറ്റവും വലിയ 2 താരങ്ങളുടെ കൗതുകകരമായ ഒരു ബോക്സ് ഓഫീസ് പട്ടിക പുറത്തെത്തിയിരിക്കുകയാണ്. കോവിഡ് കാലത്തിന് ശേഷമുള്ള മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങളുടെ ആകെ കളക്ഷനും അവയുടെ വിലയിരുത്തലുമാണിത്. ഇതുപ്രകാരം കോവിഡ് കാലത്തിന് ശേഷമുള്ള തിയേറ്ററിൽ ഇറങ്ങിയ സിനിമകളിൽ നിന്നും 500 കോടിയിൽ അധികം നേടിയത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി സിനിമകളുടെ കളക്ഷൻ 500 കോടി കഴിഞ്ഞു. എന്നാൽ മോഹൻലാൽ ചിത്രങ്ങൾ 500 കോടി പിന്നിട്ടിട്ടില്ല. കോവിഡിന് ശേഷം തിയേറ്റർ റിലീസുകൾ കൂടുതലുണ്ടായിരുന്നത് മമ്മൂട്ടിക്കാണ്. ദി പ്രീസ്റ്റ് മുതൽ അവസാനമിറങ്ങിയ ബസൂക്ക വരെ മമ്മൂട്ടിയുടേതായി 13 ചിത്രങ്ങളാണ് ഇക്കാലയളവിൽ പുറത്തെത്തിയത്. മോഹൻലാലിൻ്റെതായി 8 സിനിമകളാണ് തിയേറ്ററിൽ റിലീസിനെത്തിയത്. മരക്കാർ മുതൽ എമ്പുരാൻ വരെയുള്ള മോഹൻലാൽ ചിത്രങ്ങൾ നേടിയത് 478 കോടിയാണ്. ട്രാക്കർമാരായ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസാണ് ഇത് സമാഹരിച്ചിരിക്കുന്നത്. ഇക്കാലയളവിൽ ഇറങ്ങിയ മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചത് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കമായിരുന്നു. 10 കോടിയാണ് ഈ സിനിമ നേടിയത്. മോഹൻലാലിൻ്റെ എലോൺ ആണ് ഏറ്റവും കുറവ് നേടിയത്. വെറും 1.1 കോടി മാത്രമായിരുന്നു ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ. അതേസമയം ഏറ്റവും കളക്ഷൻ ലഭിച്ച മോഹൻലാൽ ചിത്രം എമ്പുരാൻ ആണെങ്കിൽ മമ്മൂട്ടിക്കത് ഭീഷ്മപർവമാണ്. എമ്പുരാൻ ഫൈനൽ കളക്ഷൻ 262 കോടിയാണ്. ഭീഷ്മയുടെ നേട്ടം 88 കോടിയും. അതേസമയം സിനിമകളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ മമ്മൂട്ടിക്കാണ് കൂടുതൽ, 13 സിനിമ. മോഹൻലാലിന് 8 സിനിമയാണുള്ളത്. ഇതിനാൽ മോഹൻലാലാണ് മികച്ച ആവറേജ് ഗ്രോസ്. 60 കോടിയാണ് കോവിഡാനന്തര കാലത്ത് മോഹൻലാൽ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ നേടിയ ആവറേജ് കളക്ഷൻ. എന്നാൽ മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇത് 39 കോടിയാണ്.